സന്തോഷത്തിലാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതിനു മുൻപ് നമ്മൾ വന്നു പോകുന്ന സമയത്തൊക്കെ കലുഷിതമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇപ്പോൾ ആളുകൾ വളരെ സന്തോഷപൂർവ്വം ഇവിടേക്ക് എത്തുന്നു. നമ്മൾ ഇവിടെ വരുമ്പോഴെല്ലാം ചോരപ്പൊഴുകിയിരുന്ന സ്ഥലം എന്നൊക്കെ ഒരു ഘട്ടത്തിൽ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലുള്ള സ്ഥലമായിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ആളുകൾ വരികയാണ്. വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്ന കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന അതിപ്പോൾ വിഴിഞ്ഞത്തെ ജനങ്ങളുടെ ജീവിതം മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ ആകമാനം ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്ത് പകരാൻ പോകുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് അല്പസമയങ്ങൾക്കകം നടക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഓരോ ഘട്ടത്തിലും ഈ പദ്ധതിയുടെ ഓരോ ഘട്ടത്തിലും ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് അത്ഭുതകരമായ മാറ്റമാണ് വിഴിഞ്ഞത്തുണ്ടാകുന്നത് എന്നുള്ളതാണ്. ഓരോ തവണ വരുമ്പോഴും ഇപ്പോൾ വരുമ്പോൾ നമുക്ക് മറ്റൊരു ലോകത്തേക്ക് പോയി ഇറങ്ങിയതുപോലെ, മറ്റേതോ രാജ്യത്തേക്ക് പോയി ഇറങ്ങിയതുപോലെയുള്ള ഒരവസ്ഥയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിക്കൊപ്പമൊക്കെ ഇവിടേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ശശി തരൂരിക്ക് ഇവിടെ സന്ദർശനത്തിന് വരുമ്പോഴാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ ആദ്യം വന്നതുപോലെയല്ല, ഇത് ഒരു അന്തർദേശീയ നിലവാരത്തിൽ ലോകത്തെ മറ്റേത് തുറമുഖങ്ങളോടും കിടപിടിക്കാൻ പരുവത്തിനൊരു തുറമുഖം നമ്മൾ ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് ഇന്ന്. എന്തായാലും ആളുകൾ വരുന്നുണ്ട്, നിരവധി ആളുകൾ പുറത്തുനിന്നും അകത്തേക്ക് വരുന്നു. അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലൂടെ കടന്ന് അവർക്ക് അകത്തേക്ക് വരാം. അകത്തേക്ക് എത്തി ഏകദേശം നിലവിൽ ഇപ്പോൾ കടത്തുന്നത് ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയും മാത്രമാണ്. മറ്റാളുകളെല്ലാം ഈ കവാടത്തിന് പുറത്ത് ഏകദേശം ഒരു 1 കിലോമീറ്റർ ദൂരമുണ്ട് എന്ന് തോന്നുന്നില്ലേ പ്രശാന്ത്? ഇവിടുന്ന് ഈ പുറത്തേക്കുള്ള ദൂരത്തേക്ക് അവിടെ നിരവധി ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ഞാൻ കടന്നു വന്ന വഴികളിൽ, തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴികളിൽ ഒരു സുരക്ഷാ ക്രമീകരണം എന്ന് പറയുന്നത് ഒരു ഈച്ച അനങ്ങിയാൽ കണ്ടെത്താൻ പരുവത്തിനുള്ള അത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഈ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രശാന്ത്, എനിക്കും പ്രശാന്തിനുമൊക്കെ നാളുകളിൽ അഭിമാനത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ കഴിയും. വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്ന ലോകത്തിന് മുന്നിലേക്ക് ഈ രാജ്യം അവതരിപ്പിക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൻ്റെ സമയത്ത് നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലും നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ്. പ്രശാന്ത്, ഈ പദ്ധതിയുടെ തുടക്കം മുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന, ഇതിൻ്റെ കലുഷിതമായ സമയത്ത് പോലും ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. അന്ന് നമ്മൾ വന്നപ്പോൾ കണ്ട വിഴിഞ്ഞമല്ലെന്നേ ഇന്നത്തെ വിഴിഞ്ഞം എന്ന് പറയുന്നത്. ഇത് മറ്റേതോ ഒരു ലോകമാണ്. ഒരു ഗേറ്റ് കടന്ന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോകുന്ന തരത്തിലാണല്ലേ മാറ്റം. അമലെ, അതായത് ഈ സ്ഥലം മുൻപ് മുല്ലൂര് എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ ഒരു കടലെടുക്ക്, അപ്പോൾ വളരെ ടൂറിസം പ്രാധാന്യമൊന്നുമില്ല എങ്കിൽ പോലും കടൽ ഭംഗിയൊക്കെ കാണാൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് അമ്മലിവിടെ വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓരോ സ്റ്റേജും കാണാൻ പറ്റി എന്നതൊരു ഭാഗ്യം തന്നെയാണ്. കാരണം വെറും കടലെടുക്കായിരുന്നു. അതിനുശേഷം ഇത് കടൽ നികത്തിയെടുത്ത് ഇങ്ങനെ ഒരു തുറമുഖത്തിൻ്റെ സ്റ്റേജ് ആവുന്നത് എന്തിന്, ഈ ക്രെയിനുകളൊക്കെ നിരക്കുന്നതിന് മുൻപുള്ളൊരു കാലഘട്ടമുണ്ട്. അതായത് തറക്കല്ലിട്ട ശേഷം പണി ഇങ്ങനെ എഴഞ്ഞഴഞ്ഞ് നീങ്ങുന്നൊരു കാലഘട്ടം. അതെല്ലാം നമ്മൾ തന്നെ പരമ്പരയിലൂടെ എല്ലാം നൽകിയിട്ടുള്ളതുമാണ്. അപ്പോൾ അതിനുശേഷം ക്രെയിനുമായി ആദ്യ കപ്പൽ വരുന്നു. അങ്ങനെ ഒട്ടനവധി ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട ഓരോ ഘട്ടവും നമുക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ്. അതൊരു ഭാഗ്യം തന്നെയാണ്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഇവിടെ ഇങ്ങനെ ഒരു തുറമുഖം വന്നതിൻ്റെ വഴി എങ്ങനെയാണ്, എങ്ങനെ ഈ വിഴിഞ്ഞം നമ്മൾ സങ്കല്പിക്കുന്നത് പോലൊരു വലിയൊരു തുറമുഖ നഗരമായി ഇവിടെ മാറണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ പ്രയത്നമെല്ലാം. അപ്പോൾ അതിന് ഈ വികസന കാര്യത്തിൽ വികസന കാര്യത്തിലല്ല, വികസനം ആര് കൊണ്ടുവന്നു എന്ന കാര്യത്തിലാണ്. അപ്പോൾ അതിൽ വികസന കാര്യത്തിൽ വിയോജിപ്പുകളില്ല. അപ്പോൾ മുന്നോട്ട് തന്നെ പോകും വിഴിഞ്ഞം. ഈ 4 ഘട്ടവും പൂർത്തിയായി. ഇപ്പോഴത്തെ രീതിയിലാണെങ്കിൽ 2028 ആകുമ്പോൾ വിഴിഞ്ഞം എല്ലാ ഘട്ടവും പൂർത്തിയാകേണ്ടതാണ്. രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തിയാലോ, ഞാൻ ഈ വരുന്ന വഴിക്ക് തിരുവനന്തപുരത്ത് ഇങ്ങോട്ടുള്ള വഴിയിൽ നിറയെ ഫ്ലെക്സുകളാണ്. അതിൽ ഒരു ഫ്ലെക്സിൽ നന്ദി മോദി, അത് രാജീവ് ചന്ദ്രശേഖറിന്റെ ചിത്രം ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സാണ്. പിന്നീട് മറക്കിൽ ഒരിക്കലും എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ ചിത്രം വെച്ചുള്ള ഒരു ഫ്ലെക്സ് കണ്ടു. അതിനുശേഷം പിന്നീട് കേരളത്തിന്റെ നിശ്ചയദാർഢ്യം എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ ചിത്രം വെച്ചുള്ള സർക്കാർ വെച്ചിരിക്കുന്ന ഫ്ലെക്സുകളുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇവരുടെ 3 പേരുടെയും, നരേന്ദ്രമോദിയുടെയും പിണറായി വിജയന്റെയും ഉമ്മൻചാണ്ടിയുടെയും ഫ്ലെക്സ് വെച്ചുള്ള ചിത്രം ഈ കയറി വരുന്ന വഴിക്ക് തൊട്ട് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതിലിപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രം ക്രെഡിറ്റ് കൊടുത്ത് ഒഴിവാക്കേണ്ട ഒരു വിഷയമല്ല. ശരിക്കും പറഞ്ഞാൽ ഈ പിണറായി വിജയന്റെ സർക്കാർ വെച്ചിരിക്കുന്ന ഫ്ലെക്സിൽ കണ്ട ആ വാക്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്.